ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എൻ്റെ ഒരു സ്കോർപ്പിയൊക്കെ ഉണ്ട്. ഇതെൻ്റെ ചേട്ടൻ്റെ സ്കോർപ്പിയോ. എൻ്റെ കയ്യിലൊരു ബസ്സുണ്ട്. ആ ബസ് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊടുത്തിരിക്കുക. അവൻ ഇന്ന് വൈകിട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. പറഞ്ഞോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ് ഞാനിവൻ്റെ ചേട്ടനാണ്. എൻ്റെ സ്കോർപ്പിയോ ആണ്. ഞങ്ങൾ ഇന്നൊരു മൂവി തുടങ്ങിയിട്ടുണ്ട്. പേര് അങ്ങനെ ഞാൻ കിച്ചുവിന് സംസാരിക്കാൻ കൊടുക്കുകയാണ്. അവന് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയട്ടെ. ഓക്കെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമ്മുടെ ബസ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. അപ്പോൾ വാ, നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാം. ശരി, ഞാൻ നടന്നു പോവാം. ഞാൻ മാത്രം, അതായിരിക്കും നല്ലത്. സ്കോർപ്പിയോ എടുക്കുന്നില്ലേ? അതൊന്നും വേണ്ട, ഞാൻ പിന്നെ നടന്നു പോയിക്കോളാം. എടാ, നീ വീഡിയോ എടുക്കുവാണ്. എനിക്കറിയാം. അപ്പം നമുക്ക് നേരെ ആ വീട്ടിലോട്ട് പോവാം. അവിടെ പിന്നെ ബസ് ഉണ്ടാവുന്നേ എനിക്ക് തോന്നുന്നേ. അവൻ അവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. ഓക്കെ ഗൈസ്, അങ്ങനെ ബസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് ഓക്കെ, നമ്മൾ അവൻ്റെ കയ്യിൽ നിന്ന് ബസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി എവിടെയെങ്കിലും പോവാം. എങ്ങോട്ടാ ഇപ്പോൾ പോവാ? ശരി, ഞാൻ പറയാം. നമുക്കെന്താ ചീറ്റാറങ്ങാൻ പോയാൽ അത് വേണമെങ്കിൽ നമുക്ക് നെഞ്ഞു പോകാം. എന്നാൽ നമുക്കില്ലേ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ കാണാം. പക്ഷെ നമ്മുടെ അമ്പലമല്ലോ മോനെ, മുസ്ലിംസിന്റെ ക്രിസ്ത്യൻസിന്റെ അമ്പലമല്ലേ? ഏതാ അമ്പലം കഴിഞ്ഞേ? എന്ത് അമ്പലമാണെങ്കിലും നമുക്കത് കയറിയിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ അമ്പലം എത്തി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് അങ്ങോട്ടൊക്കെ പോവാം. അങ്ങനെ ഞാൻ ഇതുവരെ ക്രിസ്ത്യൻ്റെ അമ്പലത്തിൽ കയറിയിട്ടില്ല. അപ്പൊ ഞാൻ കയറി നോക്കുവാണ്. ഇത് അമ്പലമാണെന്ന് എനിക്ക് തോന്നില്ല. ഇതെന്താ അമ്പലത്തിൽ കിണറോ? കാണി നോക്കിയാലോ? നല്ല ഐഡിയ ആണോ? ബിസ്കറ്റ് എടുക്കണോ? നോക്കുന്നു, ഞാൻ നോക്കട്ടെ. 3, 2, 1. അയ്യേ, അവിടെ തുള്ളി പോലും ആരില്ല. എന്തെങ്കിലും ബക്സ് വന്നു കാണും. എന്താ അമ്പലമാണോ? അങ്ങോട്ട് പോയത് ചെയ്യാം. ഓക്കെ, നമുക്ക് തിരിച്ച് ബസ്സിലോട്ട് കയറാം. ഇപ്പൊ കുറച്ച് സൗണ്ട് കേട്ടിട്ടുണ്ടോ? അതുപോലെ കാര്യമാക്കല് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളില്ലേ ഈ ബസ് എടുത്തിട്ട് എവിടെയെങ്കിലും പോവാനാണ് ഞാൻ എൻ്റെ വിചാരം. ഈ ബസ്സിന് പിന്നെ നല്ല പവറുണ്ട്. അടുത്തുള്ള സിറ്റി വരെ പോയി നോക്കിയാലോ? നമുക്ക് അടുത്തുള്ള സിറ്റി വരെ പോയി നോക്കാം. ആ സിറ്റിയിൽ വരെ ഞാൻ പോയിട്ടില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. പിന്നെ ഇവിടെ അടുത്തില്ലേ ഒരു എയർപോർട്ട് ഉണ്ട്, അങ്ങോട്ട് പ്ലെയിനൊക്കെ ലാൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ അങ്ങനെ അടുത്ത സിറ്റിയിലടങ്ങി എത്തിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇതുവരെയ്ക്കും ലൈക്ക് ചെയ്യാത്തത് തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ഇതിലും വലിയ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട് സിറ്റിയിൽ. ഈ വീഡിയോ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. 10 സബ്സ്ക്രൈബ് പോലും ഇല്ല. കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ കസിൻ ആദ്യമായിട്ട് വീഡിയോ തുടങ്ങാൻ വേണ്ടി 2 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് സഹകരിക്കണം. ഒന്ന് അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിലെത്തി. കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മൾ കുറച്ച് പെട്രോൾ അടിച്ചു. എനിക്ക് വൈപ്പറൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോഴേ കാണുന്നു. നമുക്ക് തിരിച്ച് നമ്മളെ പഴയ സിറ്റിയിലോട്ട് പോയാലോ? പഴയല്ല, പുതിയ സിറ്റിയിലോട്ട് പോയാലോ? ശരി, പോവാലോ. ഇന്നൊരു ട്രെയിൻ എവിടെയാണെന്ന് ഞാൻ നോക്കട്ടെ. അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ നോക്കട്ടെ. എനിക്ക് മനസ്സിലായി, പിന്നെ 3:30 ഒരു ട്രെയിൻ ഉണ്ട്. പിന്നെ 3:30 ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ അങ്ങനെ ട്രെയിൻ വേണം. നമുക്ക് ഈ ബസ് കൊടുത്തു പോവാം അല്ലേ? അതല്ലേ നല്ലത്? അതെ. ഓക്കെ, നമ്മൾ ആ ബസ് നമ്മുടെ വീട്ടിലുള്ള സ്റ്റോപ്പിലോട്ട് എടുക്കണം. പിന്നെ ബസ് മാത്രമായിട്ട് പോകാൻ പാടില്ല. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ എല്ലാവരും ഡിസ്ലൈക്ക് ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം.
ഇപ്പൊ ഒരു വിമാനം പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു വിമാനം അയ്യാളോടെ പോയി ഇവിടെ ഒന്നും പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഞങ്ങളൊരു ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ എടുക്കാം. പിന്നെ ഞങ്ങൾ മുകളിലൊരു വീട് കണ്ടായിരുന്നു. അവൻ പറഞ്ഞ ഇവൻ പറഞ്ഞ വീടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പോയപ്പോൾ കിണറാണ് കണ്ടത്. അതെ, ഞാൻ ബോട്ടറായി. പിന്നെ ഇതിന് വേറെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഗ്രൈൻഡർ ഉണ്ട്. ആ ഗ്രൈൻഡറിൽ ഞങ്ങൾ നേരത്തെ എന്താണ് ലംബോർഗിനി മുമ്പിൽ കെട്ടി വെച്ചിട്ട് ഞങ്ങൾ ആ ഗ്രൈൻഡറിൽ കൊണ്ട് കുന്നുകളതായിരുന്നു. ഇത് കണ്ടല്ലോ, ഇതാണ് ആ പ്ലെയിൻ. പക്ഷെ അതെൻ്റെ ഐഡിയ അല്ലേ ഇവൻ്റെയാണ്. പക്ഷെ നമ്മൾ പ്ലെയിനിലൊന്നും കയറുന്നില്ല, നമ്മൾ ഈ ബസ് കൊണ്ട് പോവാണ്. നമ്മുടെ സ്കോപ്പ് എൻ്റെ അകത്തുണ്ടാവും, നമുക്ക് സ്കോപ്പ് എടുത്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് പുതിയ സിറ്റിയിലോട്ട് പോവാം. വണ്ടി ഞാൻ കിടിച്ചല്ലോ. ഓക്കെ, നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫൈനലി അത് കണക്ട് ചെയ്തു. എന്നാ ആ ബസ്സിൻ്റെ അകത്ത് കിടന്നുണങ്ങിക്കോ. ഞാൻ ഇപ്പോൾ ആ വഴിയിൽ കൂടെ പോവാ. നമുക്ക് തിരിച്ച് നമ്മുടെ പണ്ടത്തെ സിറ്റിയിലോട്ട് പോവാം. അങ്ങനെ കഴിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങളുടെ പണ്ടത്തെ സിറ്റിയിലോട്ട് തന്നെ പോവാണ്. പണ്ടല്ല, പുതിയ സിറ്റി. പുതിയ സിറ്റിയിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ ന്യൂ സിറ്റിയിലോട്ട് എത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിൽ നിങ്ങൾ പുതിയ ഞാനാണ്. അപ്പം നമുക്കില്ല, നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഈ രണ്ട് വീടുണ്ട്, ഒന്ന് പഴയ സിറ്റിയിൽ, ഒന്ന് പുതിയ സിറ്റിയിൽ. ഇത് പുതിയ സിറ്റിയിലൊരു വീടുണ്ട്, അങ്ങോട്ട് പോവാം. അത് പിന്നെ ഒരു നല്ല ഫ്ലാറ്റാണ്, അതിൻ്റെ അകത്ത് എൻ്റെ ബസ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്കോപ്പ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് കറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ പോവാം, നമുക്ക് പോവാം. അമ്മച്ചി, ഈ ബസ്സാർക്കൊന്നും വിവരമില്ലെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വഴി ഇവിടെ അടുത്തെവിടെയാണ്? ആ വീടിപ്പോൾ എത്താറായി നമ്മുടെ. ഞാൻ നല്ല ഡ്രൈവറായതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. എനിക്കിപ്പോൾ ചത്തയാണ്, രക്ഷപ്പെട്ടു. നൈസ് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഓക്കെ, നമ്മൾ എത്താറായി. അവിടെ ഉണ്ട് നമ്മുടെ വീട്ടിൽ എത്താറായി. നമ്മുടെ വീട്ടിൽ എത്തി. ഇതാണ് എൻ്റെ വീട്. ഈ റെഡ് സാധനം കാണുന്നില്ല, ഇതാണ് എൻ്റെ വീട്. ഗൈസ്, നമുക്കപ്പോൾ ഇല്ലേ വീട്ടിൻ്റെ അകത്തങ്ങ് കയറിയേക്കാം. അമ്മച്ചി, എൻ്റെ ചേട്ടനൊരു ബസ്സുണ്ടായിരുന്നു, അതിപ്പോൾ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുക. അതിന് പൈസ കൊടുത്ത് ഞാൻ എടുക്കാൻ പോവാം. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക, കാരണം എനിക്ക് എൻ്റെ ബസ് കിട്ടാൻ വേണ്ടി. ഓക്കെ, ചേട്ടൻ ഇവിടെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് പോയി ബസ് എടുത്തേക്കാം. അത് പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തെവിടെയാ? എനിക്ക് എൻ്റെ ലൊക്കേഷൻ അറിയാം, നമുക്ക് വേഗം പോവാം. എന്ത് സ്പീഡാ ഈ വണ്ടി? നാ സ്പീഡാ സീനാണ്. ഇവിടെ ഇങ്ങനെ നട്ടം അടിപൊളി. വാങ്ങിച്ചിട്ട് തെങ്ങിടിച്ചു. ഓക്കെ ഗൈസ്, അപ്പം നമുക്കില്ലേ പോലീസ് സ്റ്റേഷനകത്ത് പോയി ഞാൻ സാറിന് വിളിച്ച് ചോദിക്കാം. നമുക്കിനി അകത്ത് കയറാൻ പറ്റില്ല. സാർ എന്നാ പൈസ കൊണ്ടിട്ടുണ്ട്, ആ പൈസ കയറാ. നീ ഒന്ന് പൈസ ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. എന്നാൽ അത് ഫ്രീ ആയിട്ട് ഞാൻ തരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, വണ്ടി കൊടുക്കുള്ളൂ. ഗായ്സ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഇയാൾ എൻ്റെ വണ്ടി തരുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഇത് ശരി ഫ്രാങ്കിളിനെ അത് ഞാൻ ഈ വണ്ടിയിൽ നിന്ന് തരാം.
ഓക്കെ ആ സേവനിങ് വണ്ടി തന്നിട്ടുണ്ട്, നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ചേട്ടാ ഈ സ്ഥലം ഈ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഈ വഴി പോവാം. ഇതല്ലേ ആ ബസ്, ഇതാണ് നമ്മുടെ ബസ്. നമുക്ക് ഈ ബസ് തന്നെ എടുത്തേക്കാം, നമുക്ക് കൊണ്ടുപോകാം. ഈ ഏരിയല്ലേ ഓ എന്ത് സ്പീഡ് കുറവാണ്. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഈ സ്കോപ്പ് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റില്ല. ഞാൻ സ്കോപ്പ് ഞാൻ എടുത്തിട്ട് പോവാം, അതാണ് നല്ലത്. നിങ്ങൾ വിചാരിക്കുന്ന എങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതൊക്കെ ചെയിൻ വെച്ചെടുക്കും, ഞാൻ കെട്ടാൻ പോയത് ആ കെട്ടി ഇതൊക്കെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഈ ബസ്സിന് വേണ്ടി നല്ല ശക്തിയാണ്, നല്ല സ്കോപ്പൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇതേ നോക്കൂ, സ്കോപ്പൊക്കെ തള്ളി അത്രേ ഉള്ളൂ. നല്ല പവർഫുൾ ബസ്സാണ്, വേണ്ടില്ലേ. അപ്പം നമുക്ക് ഇതങ്ങ് എടുത്തുകൊണ്ട് പോവാം, അപ്പം നമ്മുടെ വീട് വരെ പോവാം. അത് നമ്മുടെ വീട് അധികം ദൂരമില്ല, നമ്മൾ പെട്ടെന്ന് എത്തും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ താങ്ങാനിട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നടന്നിട്ടാണ് ദൂരാണെങ്കിൽ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഗ്യാരേജ് ഉണ്ട്, അതൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ടൊക്കെ പോവാം, അതായിരിക്കും നല്ലത്. ഓക്കെ നമ്മളങ്ങനെ ഇങ്ങോട്ട് എത്താറായി, നമ്മുടെ വീടെത്തി. സ്കോപ്പിനെ കണക്ഷൻ ഒന്ന് വിട്ടേക്കാം. ഓക്കെ സ്കോപ്പിനെ കണക്ഷൻ വിട്ടു. അവിടെ എൻ്റെ ബസ്സുണ്ട്, ഇനി ചേട്ടൻ്റെ ബസ്സും കൂടെ കൊടുക്കാം, ഇവിടെ എത്തേക്കാം. ഓക്കെ ഇനി ഞാൻ ഇതും കൂടെ എടുത്ത് മാറ്റിയേക്കാം, ഇതിൻ്റെ അകത്ത് കയറ്റിയേക്കാം, അത് പുറത്തൊന്നും വെക്കണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ കൂടെ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.